السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ശൈഖുൽ ഇസ്ലാം തഖിയുദ്ദീൻ അഹ്മദ് ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ ലാമിയ എന്ന കവിത സമാഹാരമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 7ഓളം കവിതകളാണ് ഇതുവരെ, വരികളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അഥവാ ശൈഖുൽ ഇസ്ലാമിനോട്, അദ്ദേഹത്തോട് ഒരു ചോദ്യകർത്താവ് അദ്ദേഹത്തിന്റെ അഖീദയും മദ്ഹബും അഥവാ വിശ്വാസവും ആ വിശ്വാസം സ്വീകരിക്കാൻ അദ്ദേഹം എടുത്ത മാനദണ്ഡവും അതുപോലെ അദ്ദേഹത്തിന്റെ നിലപാടുകളെല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടിയാണിത്. അതിൽ അൽഹംദുലില്ലാഹ് ആദ്യമായി നമ്മൾ മഹാന്മാരായ സഹാബത്തിനെ കുറിച്ചുള്ള വിശ്വാസം മനസ്സിലാക്കി. അഥവാ അദ്ദേഹം തുടങ്ങിയത് സഹാബികളെ കുറിച്ചുള്ള വിഷയം പറഞ്ഞുകൊണ്ടാണ്. കാരണം അവരാണ് ഈ അഖീദയും ഈ മദ്ഹബും ഒക്കെ കൈമാറി നൽകിയിട്ടുള്ളത്. വഹി ഇറങ്ങുന്ന സമയത്ത് അവരാണ് കൂടെ ഉണ്ടായത്. അതിനുശേഷം പരിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള വിശ്വാസം അദ്ദേഹം പറഞ്ഞു. അഥവാ അൽ ഖുർആൻ, അള്ളാഹുവിന്റെ ഗ്രന്ഥം, അത് റബ്ബിന്റെ കലാമാണ് എന്ന് അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നു. അതാണ് സഹാബത്ത് നമുക്ക് കൈമാറി നൽകിയിട്ടുള്ളത്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ അത് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം പിന്നെ അദ്ദേഹം അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് അള്ളാഹുവിനാണ്. അതുകൊണ്ട് അള്ളാഹു എന്തു പറഞ്ഞോ അതാണ് ഞാൻ പറയുക, അതാണ് ഞാൻ വിശ്വസിക്കുക. അതുപോലെ അള്ളാഹു അറിയിച്ചു കൊടുത്തത് പ്രകാരം പിന്നെ റബ്ബിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതുകൊണ്ട് ആ റസൂൽ എന്തു പറഞ്ഞോ അതാണ് എനിക്ക് പറയാനുള്ളത്, വിശ്വസിക്കാനുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെയാണ്, എന്താണ് ആ വിശ്വാസം? എങ്ങനെയാണോ മുൻഗാമികൾ, പൂർവസൂരികൾ നമുക്ക് നൽകിയിട്ടുള്ളത് അതങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നതാണ് അതിലെ നിലപാട്. അള്ളാഹുവിന് 99 അതല്ല അതിലധികം നാമങ്ങളുണ്ട്. അതേപോലെ ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങളുണ്ട്. അള്ളാഹു അറിയിച്ചു തന്ന വിശേഷണങ്ങൾ, അതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു. അതെങ്ങനെ വന്നോ അങ്ങനെ തന്നെ അതിനെ കൊണ്ടുപോകുന്നു. അതാണ് അവസാനം നമ്മൾ പറഞ്ഞു വെച്ച വരി, വജമീഉ ആയാതി സിഫാതി ഉമിറുഹ ഹഖൻ കമാ നഖലത് തിറാസുൽ അവ്വലു. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് വന്ന മുഴുവൻ ആയത്തുകളും എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതങ്ങനെ തന്നെ നാം കൊണ്ടുപോകും.
കമാ നഖല തിറാസുൽ അവ്വലു, പൂർവസൂരികളായ മുൻഗാമികളായ ആളുകൾ എങ്ങനെയാണോ നമുക്ക് കൈമാറി തന്നത് അതേപോലെ, അതിൽ മാറ്റങ്ങൾ വരുത്താതെ, തിരുത്തുകൾ വരുത്താതെ, രൂപം പറയാതെ, സാദൃശ്യപ്പെടുത്താതെ, എങ്ങനെയാണോ റബ്ബിനെ കുറിച്ച് പറഞ്ഞത്, എങ്ങനെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത്, എങ്ങനെയാണോ മുൻഗാമികൾ നമുക്ക് കൈമാറി തന്നത്, അങ്ങനെ. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആ വിഷയത്തിലുള്ള നിലപാട്. ശേഷം അദ്ദേഹം പറഞ്ഞു, വഅറുദ്ദു വഹ്ദതഹാ ഇലാ നുഖാലിഹാ വഅസൂനുഹാ അൻ കുല്ലി മാ യുതഖയ്യലു. വഅറുദ്ദു, ഞാൻ മടക്കുന്നു, വഹ്ദതഹാ, അതിന്റെ ആ നാമഗുണവിശേഷങ്ങളുടെ ഉത്തരവാദിത്തം, ഇലാ നുഖാലിഹ, ആരാണോ അത് നമുക്ക് കൈമാറി തന്നത് അവരിലേക്ക്. വഅസൂനുഹ, അതോടൊപ്പം ഞാൻ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അൻ കുല്ലി മാ യുതഖയ്യലു, സൃഷ്ടികൾ അതിനെക്കുറിച്ച് അഥവാ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ച് എന്തൊക്കെ രൂപത്തിൽ ചിന്തിക്കുന്നുവോ അതിനെ തൊട്ടെല്ലാം അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളെ ഞാൻ സംരക്ഷിക്കുകയും ചെയ്യും. തൊട്ടുമുന്നേ നമ്മൾ മനസ്സിലാക്കിയ ആ വരികളുടെ കൂടുതൽ വിശദീകരണമാണ് ഈ പറഞ്ഞ വരി. അഥവാ വഅറുദ്ദു ഉഹ്ദതഹാ ഇലാ നുഖാലിഹാ, അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ, ആ നാമഗുണവിശേഷണങ്ങളുടെ ഉത്തരവാദിത്തം, അതിന്റെ അടിസ്ഥാനം, അഥവാ അതെങ്ങനെ സ്വീകരിക്കണം, എന്താണ് അതിന്റെ മാനദണ്ഡം, അത് നമുക്ക് കൈമാറി തന്നവരിലേക്ക് മടക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്റെ വക, നമ്മുടെ വക ഒന്നും നാമഗുണവിശേഷണങ്ങളെക്കുറിച്ച് പറയാനോ വിശ്വസിക്കാനോ ഞാൻ തയ്യാറല്ല. മറിച്ച് നുഖാലിഹ എന്ന് പറഞ്ഞാൽ, നഖല എന്ന് പറഞ്ഞാൽ കൈമാറിക്കൊടുത്തു എന്നാണ്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ഉദ്ധരിക്കപ്പെട്ടു എന്നൊക്കെ അതിന് അർത്ഥം പറയാറുണ്ട്. അപ്പൊ അറുദ്ദു, ഞാൻ മടക്കുന്നു, ഉഹ്ദതഹ, ആ ഹാ എന്ന് പറഞ്ഞാൽ അസ്മാ വ സിഫാത്താണ്, നാമഗുണവിശേഷണങ്ങളുടെ ഉത്തരവാദിത്തം, അതിന്റെ അടിസ്ഥാനം, ഇലാ നുഖാലിഹ, അത് കൈമാറി തന്ന ആളുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ആ കൈമാറി തന്നത് നമ്മുടെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരാണ്. ആദ്യമായി അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ നാമങ്ങളെക്കുറിച്ച്, വിശേഷണങ്ങളെക്കുറിച്ച് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ കേട്ടു. എന്നിട്ട് അവർ പഠിച്ചു, അത് ഉൾക്കൊണ്ടു, നന്നായി മനസ്സിലാക്കി. എന്നിട്ടവർ അടുത്ത തലമുറക്ക് അത് പകർന്നു നൽകി, താബിഈങ്ങൾക്ക്. ആ താബിഈങ്ങൾ അത് കേട്ടു, എന്നിട്ടത് മനസ്സിലാക്കി, അത് ഉൾക്കൊണ്ടു, എന്നിട്ട് അടുത്ത തലമുറയിലേക്ക് കൈമാറി, അഥവാ തബഉ താബിഈങ്ങളിലേക്ക്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം, അഥവാ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മേൽ പറഞ്ഞ വിഷയങ്ങളുടെ ഉത്തരവാദിത്തം അതിന്റെ റുവാത്തുകളിലേക്ക്, അത് നമുക്ക് കൈമാറി തന്നവരിലേക്ക് മടക്കുന്നു. പിന്നെന്തായി? നമ്മുടെ എല്ലാ ഉത്തരവാദിത്വവും കഴിഞ്ഞു. നമ്മളൊക്കെ എന്തെങ്കിലും പറയണോ? വേണ്ടതില്ല. ഈ പറഞ്ഞതെല്ലാം ആര് പറഞ്ഞതാണ്? സഹാബികൾ പറഞ്ഞതാണ്. മേലെ പറഞ്ഞ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ആര് പറഞ്ഞതാണ്? സഹാബികൾ പറഞ്ഞതാണ്. അതുകൊണ്ട് അവരിലേക്കാണ് എനിക്കത് മടക്കാനുള്ളത്. ഞാൻ അവരിലേക്ക് അതിനെ മടക്കുന്നു. വഅസൂനുഹ, അതോടൊപ്പം ഞാൻ അതിനെ സംരക്ഷിക്കും. അൻ കുല്ലി മാ യുതഖയ്യലു, സൃഷ്ടികൾ, പടപ്പുകൾ അള്ളാഹുവിനെ കുറിച്ച് എന്തൊക്കെ രൂപത്തിൽ ചിന്തിക്കുന്നുവോ, ഈ വാക്കുകളെ ഏതൊക്കെ രൂപത്തിൽ അതിനെ മാറ്റിമറിക്കുന്നുവോ, അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, അതങ്ങനെയാണ് എന്നു പറഞ്ഞ് ആരൊക്കെ അതിനെ മാറ്റിമറിക്കുന്നുവോ അതിൽ നിന്നൊക്കെ ഞാൻ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, സഹാബത്ത് പഠിപ്പിച്ചതുപോലെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. അതല്ലാതെ നമ്മുടെ ചിന്തയിലിട്ട് കറക്കിയിട്ട് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പാടില്ല?
കൂടുതൽ കാട് കയറി മറ്റൊരു തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകരുത്. അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അങ്ങനെ സംഭവിക്കുന്നതിൽ നിന്നും അള്ളാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങളെ ഞാൻ സംരക്ഷിക്കും. ഇത് സഹോദരങ്ങളെ നമ്മുടെ അഖീദയാണ്, നമ്മുടെ മൻഹജാണിത്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹുവിനെ കുറിച്ച് എന്തൊക്കെ കേട്ടോ, നമ്മൾ കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചത് പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിന്റെ യദ്, അള്ളാഹുവിന്റെ ഐന്, അള്ളാഹുവിന്റെ നുസൂൽ ഇറക്കം, അള്ളാഹുവിന്റെ സാഖ്, അള്ളാഹു കോപിക്കും, അള്ളാഹു തൃപ്തിപ്പെടും, അള്ളാഹു ചിരിക്കും, അള്ളാഹു അത്ഭുതപ്പെടും. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചു തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ അതിന്റെ രൂപം പറയാൻ പാടുണ്ടോ? ഇല്ല. അതിന്റെ രൂപം എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. എന്തുകൊണ്ടറിയില്ല? അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിനെ കുറിച്ച് അവൻ പറഞ്ഞെടുത്ത് നിൽക്കണം, അതിന്റെ അപ്പുറത്തേക്ക് പോവാൻ നമുക്ക് അനുവാദമില്ല. അതാണ് ഈ പറഞ്ഞത്. അതാണ് അദ്ദേഹം കൂടുതൽ ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം അവരിലേക്ക് ഞാൻ മടക്കുന്നു. അതുപോലെ അതിനെക്കുറിച്ച് എന്തൊക്കെ രൂപത്തിൽ ആളുകൾ മാറ്റി അവരുടെ ചിന്തയിൽ ഉദിക്കുന്ന കാര്യങ്ങൾ പറയുന്നുവോ പ്രവർത്തിക്കുന്നുവോ അതിൽ നിന്നൊക്കെ ഞാൻ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ കേട്ടെടുത്ത് നിർത്തും. അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനോ പറയാനോ ഞാൻ ആളല്ല എന്ന് ചുരുക്കം. മുൻഗാമികളിൽ പെട്ട ചില ആളുകൾ അള്ളാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങളുടെ വിഷയത്തിൽ വല്ലാതെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിങ്ങനെ പലതും പറയുന്നതിനിടയിൽ ആ പറയുന്ന ആളുകൾക്ക് കൊടുത്ത നസീഹത്ത്, ഉപദേശം കാണാം. അള്ളാഹുവിനെ കുറിച്ച് പറയാൻ അവിടെ നിൽക്കട്ടെ. അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് ആര്? മലക്കുകൾ. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു, അവർക്ക് മസ്ന വ സുലാസ വ റുബാഅ, 3ഉം 4ഉം ചിറകുകൾ, 2ഉം 3ഉം 4ഉം ചിറകുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 600 ചിറകുകളുണ്ട്. ഈ ചിറകുകൾ വെച്ച് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ എവിടെയെങ്കിലും എത്തുമോ? 2ഉം 3ഉം 4ഉം ചിറകുകൾ മലക്കുകൾക്കുണ്ട്. യസീദുമായ യശ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. അതിലധികവും ചിറകുകളുള്ള മലക്കുകൾ ഉണ്ടാവും. എത്രത്തോളം? ജിബ്രീൽ അലൈഹിസ്സലാമാണ് മലക്കുകളിൽ ഏറ്റവും ഉത്തമൻ, അദ്ദേഹമാണ് നേതാവ്. അദ്ദേഹത്തിന് 600 ചിറകുകളുണ്ട് എന്നാണ്. ഇതേക്കുറിച്ച് ചിന്തിച്ച എവിടെയെങ്കിലും എത്തുമോ? എങ്ങനെ പറക്കും? എന്തായിരിക്കും അവസ്ഥ? ഇതെങ്ങനെ നിവർത്തി വെക്കും? ഇതൊക്കെ ഒരാൾ ചിന്തിച്ചാൽ എവിടെയും എത്തുകയില്ല. മലക്കുകൾ എന്നത് അള്ളാഹുവിന്റെ കോടാനുകോടി വരുന്ന സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടികൾ മാത്രമാണ്. അപ്പൊ ഇതിനൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ചിന്തിച്ചാൽ എവിടെയെങ്കിലും എത്തുമോ? ഇല്ല, നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്. അള്ളാഹു അക്ബർ. അള്ളാഹുവിന്റെ സൃഷ്ടികൾ, മലക്കുകൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് തലയിറങ്ങും. ഒരു മലക്കിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അർശ് ചുമക്കുന്ന ഒരു മലക്ക്. ആ മലക്കിന്റെ ചുമൽ മുതൽ ചെവി വരെ ഉള്ള ദൂരം 700 വർഷം അതിവേഗത്തിൽ സഞ്ചരിക്കണം. ഹദീസിൽ വന്നാണ് 700 വർഷം അതിവേഗത്തിൽ ഒരാൾ സഞ്ചരിച്ചാൽ മാത്രമേ ചുമല് മുതൽ ചെവിക്കുറ്റി വരെ എത്തുകയുള്ളൂ. എന്തായിരിക്കും ആ മലക്കിന്റെ വലിപ്പം? ഒരൊറ്റ മലക്കാണ്. എല്ലാ മലക്കിനെയും കൂടി ഒരുമിച്ച് വെച്ചാലല്ല, ഒരൊറ്റ മലക്കാണ്. അപ്പൊ സുബ്ഹാനല്ലാഹ്, മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. കോടാനുകോടി മലക്കുകളുണ്ട്. ഈ മലക്കിനെ നിയന്ത്രിക്കുന്ന, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ വലിപ്പം എന്തായിരിക്കും? അള്ളാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് അദ്ദേഹം പറഞ്ഞത്. വന്നു കിട്ടിയവരിലേക്ക് നമ്മൾ അതിനെ മടക്കുക. നമ്മുടെ ബുദ്ധിയിലിട്ട് കറക്കാൻ പാടില്ല. എവിടെ കേട്ടോ അവിടെ നിർത്തുക. അതാണ് ഏറ്റവും സുരക്ഷിതത്വം. കാരണം ഇതിനെ തൊട്ട് വല്ലാതെ കൂലങ്കശമായി ചിന്തിച്ചു പോയ ആളുകളെല്ലാം പിഴച്ചുപോയിട്ടുണ്ട്. അതേത് വിഷയവും അങ്ങനെ തന്നെയാണ്. ഖുർആനിനും സുന്നത്തിനും നമ്മൾ കീഴടങ്ങുക എന്നതാണ്.
അള്ളാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമിഅനാ വഅതഅന, കേൾക്കുക, അനുസരിക്കുക. അള്ളാഹുവിന്റെ ഒരു നിയമം, അതിനെ മറികടക്കാൻ നമുക്ക് പാടില്ല എങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതിനെ മറികടക്കാൻ നമുക്ക് പറ്റുമോ? നമുക്ക് സുബ്ഹാനല്ലാഹ്, ഈ പിഴച്ചുപോയ ആളുകൾ എങ്ങനെ പിഴച്ചു എന്നത് അത്ഭുതകരമാണ്. മനുഷ്യന്റെ ബുദ്ധി എന്നത് പരിമിതിയുള്ള ദുർബലമായ ബുദ്ധിയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് അവന്റെ വിജയം. കാരണം വഹി, അള്ളാഹു പറഞ്ഞത് അതിൽ നിർത്തുക എന്നതാണ് ഏറ്റവും സുരക്ഷിതത്വം, അതിലാണ് ഏറ്റവും ഖൈർ. അതാണ് നമ്മുടെ സ്വഹാബത്ത് ചെയ്തത്. അവർക്ക് അറബി തിരിയായിട്ട നമ്മളെപ്പോലെ കുത്തിയിരുന്ന് 5-6 വർഷം ദർസിലും പള്ളി ദർസിലും അറബി കോളേജിലും പഠിച്ചിട്ട് അറബി പഠിച്ചെടുത്താണോ? അല്ല, അവർ അറബികളാണ്. ഈ വാക്കിന് എത്ര അർത്ഥങ്ങളുണ്ട്, ഇതിന്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നന്നായി അറിയുന്ന ആളുകളാണ് അവർ. അവർ ചോദിച്ചില്ല അതെങ്ങനെ, ഇതിങ്ങനെ, അങ്ങനെയാണോ, ഇതിങ്ങനെയാണോ. അവരാവട്ടെ ഏറ്റവും ബുദ്ധിയുള്ളവരുമാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ അതാണ് ബുദ്ധി. അള്ളാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമിഅനാ വഅതഅനാ, അതാണ് ബുദ്ധി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വളരെ മഹത്തായ ഒരു അടിസ്ഥാനമാണിത്. അദ്ദേഹം ആ പറഞ്ഞതിനൊക്കെ അടിവരയിട്ട് പറയുന്ന ഒരു വരിയാണ് ഈ വരി. വഅറുദ്ദു ഉഹ്ദതഹാ ഇലാ നുഖാലിഹാ വഅസൂനുഹാ അൻ കുല്ലി മാ യുതഖയ്യലു. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളുടെ ഉത്തരവാദിത്തം, അതിന്റെ അടിസ്ഥാനം, അത് കൊണ്ടുവന്ന് തന്നവരിലേക്ക് ഞാൻ മടക്കുന്നു. അതുപോലെ സൃഷ്ടികളുടെ ചിന്തകളിൽ ഉദിക്കുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും ആ നാമഗുണ വിശേഷണങ്ങളെ ഞാൻ സംരക്ഷിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖുബ്ഹൻ ലിമൻ നബദൽ ഖുർആന വറാഅഹു വഇദാ ഇസ്തദല്ല യഖൂലു ഖാലൽ അഖ്തലു. അത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ഇനി പറയാൻ പോകുന്നത്, ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞതുപോലെ, അള്ളാഹു പറഞ്ഞെടുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്ത് നിൽക്കാതെ ഈ വിഷയത്തിൽ പിഴച്ചുപോയ ആളുകൾ, അവരെ കുറിച്ചാണ് ഇനി അദ്ദേഹം പറയുന്നത്. ഖുബ്ഹൻ, ഖുബ്ഹൻ എന്ന് പറഞ്ഞാൽ ഖബ്ബഹഹുല്ലാഹ്, അള്ളാഹു മുഖം കെടുത്തട്ടെ എന്നാണ്. അള്ളാഹു ഒരാളെ നശിപ്പിക്കട്ടെ എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് പ്രയോഗിക്കുക. ഖുബ്ഹൻ, ആരാണ് നശിക്കേണ്ടത്, ആരുടെ മുഖമാണ് കെട്ടുപോകേണ്ടത്? ലിമൻ, ഒരുവന്റെ, നബദൽ ഖുർആന വറാഅഹു. എന്തുകൊണ്ടാണത് പറയാനുള്ള കാരണം? അവൻ അള്ളാഹുവിന്റെ ഖുർആനിനെ അവന്റെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ആയത്തുകളെ അവൻ കാറ്റിൽ പറത്തി. ഇതാരുടെ പണിയാണ്? യഹൂദികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ്. അവർ എന്തു ചെയ്തു? വലമ്മാ ജാഅഹും റസൂലുൻ മിൻ ഇൻദില്ലാഹ് മുസദ്ദിഖൻ ലിമാ മഅഹും. അള്ളാഹുവിന്റെ റസൂൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, നബിമാർ അവരിലേക്ക് അള്ളാഹുവിൽ നിന്നുള്ള സത്യവുമായി കടന്നു വന്നു. അപ്പോൾ നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ്, മുമ്പ് കിതാബ് നൽകപ്പെട്ട വേദക്കാരായ ആളുകൾ, അവരിൽ ചില ആളുകൾ കിതാബല്ലാഹി വറാഅ ദുഹൂരിഹിം, അള്ളാഹുവിന്റെ കിതാബിനെ, അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തെ അവരുടെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ടോ കഅന്നഹും ലാ യഅലമൂൻ, ഒന്നും അറിയാത്തവരെ പോലെ. തെളിവ് വന്ന് കിട്ടിയിട്ടും ആ തെളിവുകളെ അവർ നിഷേധിക്കുകയുണ്ടായി. വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ. എന്നിട്ട് എന്ത് ചെയ്തു? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പിശാചുക്കൾ പറഞ്ഞു പരത്തിയതിന്റെ പിന്നാലെ കൂടുകയും ചെയ്തു. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ അധികാരത്തെക്കുറിച്ച് പിശാചുക്കൾ അത് സിഹറാണ്, മാരണമാണ് എന്നൊക്കെ പറഞ്ഞു പരത്തിയിട്ടുണ്ട്. അതിന്റെ പിന്നാലെ കൂടി അള്ളാഹു പറഞ്ഞത് കേൾക്കാതെ. യഹൂദികളുടെ, അങ്ങനെ പിഴച്ചുപോയ ആളുകളുടെ പരിപാടിയാണെന്ത്? അള്ളാഹുവിന്റെ കിതാബിനെ പിന്നിലേക്ക് വലിച്ചെറിയുക. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ പിഴച്ചുപോയ ആളുകൾക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. അതുകൊണ്ട് ഖുബ്ഹൻ, അവർക്ക് നാശം, അവർക്ക് നിന്ദ്യത, അവരുടെ മുഖം കെട്ടുപോകട്ടെ എന്ന് അദ്ദേഹം പറയുകയാണ്. അവരെ നിന്ദ്യരാക്കുന്ന അവസ്ഥയിൽ ആണ് അദ്ദേഹം ആ പറഞ്ഞത്. കാരണം അതിഗൗരവമാണത്. ഖുബ്ഹൻ ലിമൻ നബദൽ ഖുർആന വറാഅഹു, ഖുർആനിനെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞ
ഒരുവന്റെ മുഖം കെട്ടുപോകട്ടെ. എന്നിട്ടോ അഖ്തൽ പറഞ്ഞതാണ് തെളിവ് എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ കൂടുകയും ചെയ്യുന്നു. അഖ്തൽ എന്ന് പറഞ്ഞാൽ ഷാഇറുൻ നസ്രാനി, നസ്രാനിയായ ഒരു കവിയാണ്. അയാളെ തൊട്ട് അള്ളാഹുവിന്റെ കലാമിനെ അതല്ലെങ്കിൽ കലാമിനെ നിഷേധിക്കാൻ ഇയാളുടെ കവിതയാണ് ചില ആളുകൾ തെളിവ് പിടിച്ചത്. എന്ന് പറഞ്ഞാൽ സംസാരം എന്ന് പറഞ്ഞാൽ അത് പറയണമെന്നില്ല, അത് മനസ്സിലുള്ളത് സംസാരമെന്ന് പറയും. അല്ലാഹു സംസാരിക്കണം എന്നില്ല എന്നൊക്കെയുള്ള ഇയാളുടെ വരികളാണ് ചില ആളുകൾ തെളിവ് പിടിച്ചത്. യഥാർത്ഥത്തിൽ അല്ലാഹു ഖുർആനിൽ വകല്ലമ അല്ലാഹു മൂസ തക്ലീമ, കല്ലമ എന്ന് പറഞ്ഞാൽ ഫിഅലും ഫായിലും അതിലുണ്ട്. അറബി ഭാഷ പഠിച്ച ആളുകൾക്കറിയാം, കല്ലമ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു എന്നാണ് അർത്ഥം. മാദിയായ ഒരു ഫിഅലാണത്, അതിൽ ഫായിലുണ്ട്. കല്ലമ അതിന്റെ ഫായിലാണ് അല്ലാഹു. കല്ലമ അല്ലാഹു, അല്ലാഹു ആണ് അതിന്റെ ഫായിൽ. അഥവാ ഈ പ്രവർത്തിച്ച ഒരു ഫായിലുണ്ടാകും. കല്ലമ അല്ലാഹു മൂസ, മൂസ എന്നുള്ളത് മഫ്ഊലാണ്. അല്ലാഹു മൂസയോട് സംസാരിച്ചു അലൈഹിസ്സലാം. തക്ലീമ സംസാരം. അല്ലാഹു മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സംസാരിച്ചു എന്ന് അല്ലാഹു വ്യക്തമായി പറഞ്ഞു. എന്താണ് സംസാരം എന്ന് പറഞ്ഞാൽ? പുറത്തേക്ക് വരൂ. സംസാരം എന്ന് പറഞ്ഞാൽ അതിന് ഹർഫുകൾ ഉണ്ടാകും, ശബ്ദമുണ്ടാകും, അതാണ് സംസാരം. അള്ളാഹുവിന്റെ സംസാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ചതാണ്. നമ്മളെ പോലെയാണോ? അല്ല, നമ്മളെ പോലെയല്ല. സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനുഷ്യർ സംസാരിക്കുന്നു, അല്ലാത്തവർ സംസാരിക്കുന്നു, സംസാരല്ലേ? സംസാരമാണ്. വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. മൃഗങ്ങൾ സംസാരിക്കുന്നില്ലേ? അവർ ആശയവിനിമയം നടത്തുന്നുണ്ട്. പക്ഷെ നമ്മളെ പോലെയാണോ? എന്താണ്, ഏതാണ്, സ്വതന്നെ എന്നാണോ ചോദിക്കാറുള്ളത്? അല്ല, അവർക്ക് അവരുടേതായ ആശയവിനിമയമുണ്ട്. അതുകൊണ്ടല്ലേ സൂറത്തു സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അദ്ദേഹം നടന്നു വരുമ്പോൾ ഉറുമ്പ് സംസാരിച്ച സംസാരം അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. ഖാലത് നംലത്തുൻ, ഉറുമ്പ് പറഞ്ഞു എന്നാണ്. ഇതാ കൂട്ടരെ, സുലൈമാനും കൂട്ടരും വരുന്നുണ്ട്, അവരുടെ കാലിനടിയിൽ പെട്ടുപോവണ്ട. പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അവർക്ക് ആശയവിനിമയമുണ്ട്, അവർ സംസാരിക്കും. നമ്മളെ സംസാരം പോലെയാണോ? അല്ല. അപ്പൊ സൃഷ്ടികൾക്കിടയിൽ തന്നെ ആശയവിനിമയങ്ങൾക്ക്, സംസാരങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിൽ ഖാലിഖായ അള്ളാഹുവിന്റെ സംസാരം എങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞതുപോലെ ചിന്തിച്ചാലെത്തോ? ഇല്ല. പക്ഷെ അള്ളാഹു സംസാരിച്ചോ? സംസാരിച്ചു. അള്ളാഹു സംസാരിക്കും. അവനുദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിക്കുന്നവരോട് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അള്ളാഹു സംസാരിക്കും. അള്ളാഹു അക്ബർ. അള്ളാഹുവിന്റെ സംസാരത്തെ അള്ളാഹു സംസാരിച്ചു എന്ന് വ്യക്തമായി പറഞ്ഞതിനെ പിന്നിലേക്ക് വലിച്ചെറിയുകയും അഖ്തൽ പറഞ്ഞതിന്റെ പിന്നാലെ കൂടുകയും ചെയ്തു. അങ്ങനെയുള്ളവന് നാശം. അയാളെ നശിക്കണ്ടേ? അവിടെ നശിക്കണം. കാരണം എന്താ? ഖുർആനിനെ പിന്നിലേക്ക് വലിച്ചു. അങ്ങനെയുള്ളവർ നശിക്കും. അവരുടെ മുഖം കെട്ടുപോകും. അദ്ദേഹം അതാണ് ഈ വരിയിൽ അറിയിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ്. നോക്കൂ, സുബ്ഹാനല്ലാഹ് സഹോദരങ്ങളെ, അദ്ദേഹം ഇത് ഒരുപാട് വരികളിൽ ഈ വിഷയം വീണ്ടും 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 പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? പിഴച്ച കക്ഷികളിൽ ബഹുഭൂരിപക്ഷവും പിഴച്ചത് ഈ വിഷയത്തിലാണ്. ഖവാരിജുകൾ, പിഴവ് ഈ വിഷയത്തിൽ അവർക്ക് പിഴവുണ്ട്. അതുപോലെ മുഅ്തസിലികൾ, ജഹ്മികൾ, അശ്അരികൾ, മാതുരീദികൾ, അഹ്ലുസുന്നത്തല്ലാത്ത പിഴച്ച കക്ഷികളൊക്കെ, അവർക്കൊക്കെ ഈ വിഷയത്തിൽ വമ്പിച്ച ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയം, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ, അത് പറയാൻ മാത്രം ധാരാളം കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. പഴയ കാലത്തെ മഹാന്മാരായ ഉലമാക്കൾ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാ ഇബ്നു അഹ്മദ് ഇബ്നു ഹംബൽ, അദ്ദേഹത്തിന് കിതാബു സുന്ന എന്നൊരു കിതാബുണ്ട്. അദ്ദേഹം ആ കാലത്ത് ആ കിതാബ് അസുന്നത്ത് എന്ന് പറഞ്ഞൊരു കിതാബ് എഴുതി അതിൽ ബഹുഭൂരിപക്ഷം വലിയൊരു ഭാഗം ഈ പറഞ്ഞ വിഷയമാണ് പ്രതിപാദിച്ചത്. അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ കിതാബു തൗഹീദ് എന്ന് പറഞ്ഞ് കിതാബ് ഇബ്നു ഖുസൈമ റഹിമഹുല്ലാ, അദ്ദേഹത്തിന് തൗഹീദ് എന്നൊരു കിതാബുണ്ട്. അതിൽ ഈ വിഷയം വളരെ വിശാലമായി പ്രതിപാദിച്ചിട്ടുണ്ട്.
അങ്ങനെ പഴയകാലത്തെ ഉലമാക്കൾ നാമഗുണ വിശേഷണങ്ങൾ പറയാൻ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ധാരാളം കിതാബുകൾ രചിച്ചിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തന്നെ കിതാബുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാം. അഖീദത്തുൽ വാസിത്തിയ്യ ഈ വിഷയമാണ്. ധാരാളം അള്ളാഹുവിനെ കുറിച്ച് അവന്റെ നാമഗുണ വിശേഷണങ്ങളാണ്, അതിൽ ഉടനീളം ആയത്തുകളാണ്. ഇങ്ങനെ ധാരാളം കിതാബുകൾ രചിക്കപ്പെടാനുള്ള കാരണം ഇതിൽ പിഴച്ചുപോയ ആളുകളാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത ഒരുവൻ പിഴക്കുമെന്നത് ഉറപ്പാണ്. ഉള്ള അശാരികൾ എന്തുകൊണ്ടാണ് പിഴച്ചുപോയത്? അള്ളാഹുവിനെ മനസ്സിലാക്കിയില്ല. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹു ആരാണെന്നും അള്ളാഹുവിന്റെ മഹത്വം എന്താണെന്നും മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ശിർക്കിലേക്ക് പതിക്കാൻ വലിയ കാലതാമസം വേണ്ടി വന്നില്ല. അള്ളാഹുവിന്റെ നാമങ്ങൾ വിശേഷണങ്ങൾ വ്യക്തമായി പഠിക്കാത്തത് കൊണ്ടാണ് പിഴച്ചുപോയ ആളുകൾ. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ് ആ വിഷയം. അവസാനം അദ്ദേഹം ആ വിഷയം പറഞ്ഞു നിർത്തുന്ന നോക്കൂ. ഖുബ്ഹൻ ലിമൻ നബദൽ ഖുർആന വറാഅഹു വഇദാ ഇസ്തദല്ല യഖൂലു ഖാലൽ അഖ്തലു. ഖുർആനിനെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞവന് നാശം, അവന്റെ മുഖം കെട്ടുപോകട്ടെ. എന്നിട്ട് അഖ്തല് പറഞ്ഞു എന്നത് തെളിവ് പിടിക്കുകയും ചെയ്യുന്ന ഒരുവൻ. അഖ്തല് പറഞ്ഞ് നമുക്ക് തെളിവാണോ? അല്ല. ഒന്നാമത്തെ കാര്യം, അഖ്തല് നസ്രാനിയാണ്. ഖുർആൻ ഇവിടെ ഉള്ളപ്പോൾ, സഹാബത്ത് ഇവിടെ ഉള്ളപ്പോൾ ഒരു നസ്രാനി പറഞ്ഞ് നമുക്ക് തെളിവാവോ? ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പണ്ഡിതന്മാർ പറഞ്ഞു അഖ്തലിന്റെ ഇതുപോലെയുള്ള പുസ്തകങ്ങൾ പരിശോധിച്ച ഒരു സ്ഥലത്തും അയാൾ ഇത് പറഞ്ഞു എന്നതിന് യാതൊരു തെളിവുമില്ല എന്നാണ്. എന്നിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇനി അയാൾ പറഞ്ഞു എന്ന് 1000 ആളുകൾ വന്ന് പറഞ്ഞാൽ പോലും ഇത് സ്വീകാര്യോഗ്യമല്ല. അയാൾ പറഞ്ഞ എന്തല്ല, നമുക്ക് തെളിവല്ല. പിന്നെയോ ഖാലല്ലാഹ് ഖാല റസൂലുള്ളാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുക. ആ വിഷയത്തിൽ അടിവരയിട്ട് അദ്ദേഹം അത് പറയുകയാണ്. അതുകൊണ്ട് തെളിവ് പിടിക്കേണ്ടത് ഏതെങ്കിലും കവികൾ പറഞ്ഞതോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും പറഞ്ഞതോ അല്ല. അടിസ്ഥാനപരമായി സ്വതന്ത്രമായ തെളിവുകൾ ഏതാണ്? വഅഖൂലു ഖാല അല്ലാഹു ജല്ല ജലാലുഹു വൽ മുസ്തഫൽ ഹാദി വലാ അതഅവ്വലു. അദ്ദേഹം തൊട്ടു മുന്നേ പറഞ്ഞു വെച്ചു. അള്ളാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് വഅറുദ്ദു ഹുദതഹ ഇലാ നുഖാലിഹ, പിന്നെ അത് കൊണ്ടുവന്നു തന്ന ആളുകൾ സഹാബത്ത്. അതാണ് കിതാബ് സുന്നത്ത്, സലഫുകളുടെ മാർഗം, സലഫുകളുടെ മൻഹജ്. ഇതാണ് ദീൻ. ദീനിൽ ഏതൊരു കാര്യവും ഇതാണ് അതിന്റെ അളവുകോൽ. അതുകൊണ്ട് ഏത് വിഷയവും, തൗഹീദ്, സുന്നത്ത്, അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, ഏത് വിഷയവും. പല ആളുകളും സ്വപ്നകഥകൾ പറയാറുണ്ട് ദീനിന് തെളിവായിക്കൊണ്ട്. സ്വപ്നം കണ്ടതാണ് ചില ആളുകൾക്ക് തെളിവ്. ഇന്ന ആള് സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ മലന്ന് കിടക്കുമ്പോ കണ്ടു അവിടെ ഒരു ഖബറുണ്ട്, അപ്പൊ അത് പൊന്തിക്കണം, അപ്പൊ അതിലൂടെ പോകുന്ന ആളുകൾക്ക് ആശ്വാസം കിട്ടും, സമാധാനം കിട്ടും. ഒരു റോഡിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുമ്പോ ഇതുപോലെ ഏതെങ്കിലും ഒരു ചങ്ങായി സ്വപ്നം കാണും, എന്നിട്ട് അവിടെ ഒരു ജാറം കെട്ടി പൊന്തിക്കും, പിന്നെ എല്ലാ പ്രശ്നവും തീർന്നു എന്നാണ്. എന്നിട്ട് എത്ര അപകടങ്ങൾ സംഭവിച്ചു. അത് ആ റോഡിന്റെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയാൽ അവനവന്റെ വിശ്വാസം ശരിയാവും. ഏത് വിഷയവും ഇങ്ങനെ തന്നെയാണ്. ഏത് വിഷയവും നമുക്ക് അള്ളാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് തെളിവ്. വേറെ ആര് പറഞ്ഞതും എന്തല്ല, നമുക്ക് തെളിവല്ല. അവർ ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ചു പറഞ്ഞാലല്ലാതെ, അല്ലെങ്കിൽ ആര് പറഞ്ഞാലും തെളിവല്ല. ഖുർആനും സുന്നത്തും വഹിയാകുന്ന ഈ മൊഴിമുത്തുകൾ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് സൃഷ്ടികൾ പറഞ്ഞത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, എന്തൊരു ദൗർഭാഗ്യമായ അവസ്ഥയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ നമ്മൾ ശുക്ർ ചെയ്താൽ മതിയാവുകയില്ല. അൽഹംദുലില്ലാഹ്. നോക്കൂ, ദീനിന് അതിന്റെ പ്രാധാന്യമുണ്ട്. ചിന്തിച്ചു നോക്കൂ, അള്ളാഹു പറഞ്ഞത് കേൾക്കാതെ, അതനുസരിക്കാതെ, അതിനെ പരിഗണിക്കാതെ ഇതുപോലെയുള്ള പിഴച്ച വിശ്വാസങ്ങൾ പേറി നടക്കുക എന്നത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ദീൻ എന്നത്, ഹിദായത്ത്, സന്മാർഗം എന്നത് അമൂല്യമായ ഒരു നിധിയാണ് എന്ന് പറഞ്ഞത്.
ഇതിന് മാധുര്യമുണ്ട്, സമാധാനമുണ്ട്, ആശ്വാസമുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതല്ലാത്തൊരു പിഴച്ച വിശ്വാസമാണ്, ചിന്തയാണ് ഹൃദയത്തിലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇതുപോലെ മഹാന്മാരായ ആളുകളുടെ നാവിൽ നിന്നും ഇത്തരത്തിലുള്ള ഖുബ്ഹൻ എന്ന വാക്കിന് വിധേയരാവുകയില്ലേ? ചിന്തിച്ചു നോക്കൂ. ഖുർആനിനെ പിന്നിലേക്ക് വലിച്ചവർക്ക് നാശം എന്ന് നല്ലവരായ ആളുകൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, എതിരെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മോശമായ അവസ്ഥയാണ്. അള്ളാഹു എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വൈലുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കൂ, യഥാർത്ഥ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രമാണങ്ങൾക്ക് കീഴൊതുങ്ങുക എന്നത് അനുഗ്രഹമാണ്, നിഅമത്താണ്. അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അതാണ് അടിവരയിട്ട് അദ്ദേഹം ആ വരിയിൽ പറഞ്ഞിട്ടുള്ളത്. ശേഷം 10ാമത്തെ വരി അദ്ദേഹം ഇനി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. വൽമുഅ്മിനൂന യറൗന ഹഖ്ഖൻ റബ്ബഹും വഇല അസ്സമാഇ ബിഗൈരി കൈഫിൻ യൻസിലു. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ റബ്ബിനെ ഹഖായിക്കൊണ്ട്, സത്യമായിക്കൊണ്ട് അവർ കണ്ടുമുട്ടുന്നതാണ്. വഇല അസ്സമാഇ ബിഗൈരി കൈഫിൻ യൻസിലു. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോടടുത്ത 1ാം ആകാശത്തേക്ക് ഇറങ്ങും എന്നത് രൂപം പറയാത്ത രൂപത്തിലും അവർ വിശ്വസിക്കുന്നു. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ പരലോകത്ത് കണ്ടുമുട്ടും എന്ന് മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നു. അഥവാ എന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ് അത്. അതുപോലെ അല്ലാഹു 1ാം ആകാശത്തേക്ക് ഇറങ്ങും, അത് എങ്ങനെ എന്ന് ചോദിക്കാതെ ഞാൻ വിശ്വസിക്കുന്നു. ഇത് രണ്ടും പ്രധാനപ്പെട്ട അഖീദയാണ്, വിശ്വാസമാണ്. 1ാമത്തെ ഭാഗം വൽമുഅ്മിനൂന യറൗന ഹഖ്ഖൻ റബ്ബഹും. മുഅ്മിനീങ്ങൾ അവർ തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടും ഹഖായിക്കൊണ്ട്. എങ്ങനെ? നഗ്ന നേത്രങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടും സ്വർഗത്തിൽ. മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കാണും എന്നത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും വ്യക്തമായി പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ട കാര്യമാണ്. അള്ളാഹു പറഞ്ഞു, വുജൂഹുൻ യൗമഇദിൻ നാദിറ. അന്ന് ചില മുഖങ്ങൾ പ്രസന്നതയുള്ളതായിരിക്കും, വെട്ടിത്തിളങ്ങുന്നതായിരിക്കും ഖിയാമത്ത് നാളിൽ. ഇലാ റബ്ബിഹാ നാദിറ. തങ്ങളുടെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും അവർ. അതുപോലെ അള്ളാഹു പറഞ്ഞു, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ആരാണോ നന്നാക്കുന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, അവർക്ക് ഏറ്റവും നല്ലതുണ്ട്. ഏറ്റവും നല്ലത് അൽ ഹുസ്ന എന്നാൽ സ്വർഗം എന്നാണ് അർത്ഥം. വസിയാദത്തുൻ, അതിലധികവുമുണ്ട്. ആ വസിയാദത്തുൻ എന്നതിനെ സഹാബികൾ വിശദീകരിച്ചു, അന്നദറു ഇലാ അർ-റബ്ബ്, അള്ളാഹുവിനെ നോക്കിക്കാണലാണ്, അള്ളാഹുവിലേക്ക് നോക്കലാണ്. സ്വർഗവും അതിലധികവും ഉണ്ട് എന്ന് അള്ളാഹു തആല പറഞ്ഞു. ഇപ്പൊ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കാണും. സഹോദരങ്ങളെ, അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം. ഈ പറഞ്ഞ നമ്മൾ സൃഷ്ടികളെ കുറിച്ച് പറഞ്ഞില്ലേ, സൃഷ്ടികളുടെ വലിപ്പവും മഹത്വവും ഒക്കെ പറഞ്ഞില്ലേ. ഈ സൃഷ്ടികളൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ മഹത്വം, അവന്റെ വലിപ്പം നമുക്ക് ചിന്തിച്ചാൽ എത്തുകയില്ല എന്ന് പറഞ്ഞു. ആ റബ്ബിനെ നേരിൽ കാണുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ അനുഭൂതി? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാഹു തആല കാണിച്ചു തരും. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന. സ്വർഗ്ഗക്കാരെല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ അല്ലാഹു പറയും, അല്ലാഹു അവരോട് ചോദിക്കും, തുരീദൂന ശൈഅൻ അസീദുക്കും. നിങ്ങൾക്ക് വല്ലതും നാം അധികമായി നൽകട്ടെയോ? ഫയഖൂലൂൻ, സ്വർഗ്ഗക്കാർ പറയും, അലം തുബയ്യിദ് വുജൂഹന. അല്ലാഹുവേ, നീ ഞങ്ങളുടെ മുഖങ്ങൾ പ്രകാശപൂരിതമാക്കിയില്ലേ? അലം തുദ്ഖിൽനൽ ജന്ന, റബ്ബേ നീ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ? വതുനജ്ജിനാ മിനൻ നാർ, റബ്ബേ നീ ഞങ്ങളെ നരകത്തിൽ നിന്നും കാത്തുരക്ഷിച്ചില്ലേ? ഇനി എന്താണ് റബ്ബേ നമുക്ക് അധികമായിട്ട് വേണ്ടത്? സ്വർഗം കിട്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, മുഖം പ്രകാശപൂരിതമായി, എല്ലാം ലഭിച്ചു.
ഇനി എന്താണ് റബ്ബേ അധികമായി വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫയക്ഷിഫുൽ ഹിജാബ്, അള്ളാഹുവിന്റെ മുന്നിലുള്ള മറ അള്ളാഹു നീക്കും. എന്നിട്ട് അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കും. അതാണ് അധികമായിട്ടുള്ളത്. അതാണ് അള്ളാഹു ചോദിച്ചത്, ഇനി നിങ്ങൾക്ക് വല്ലതും ഞാൻ അധികമായി തരട്ടെയോ? അവിടുന്ന് പറയുകയാണ്, ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നളരി ഇലാ റബ്ബിഹിം അസ്സ വജല്ല. സ്വർഗത്തിലെ സുഖങ്ങളൊക്കെ കിട്ടിയ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ നോക്കിക്കാണുക എന്നതിനേക്കാൾ പ്രിയങ്കരമായ മറ്റൊന്നും അവർക്ക് നൽകപ്പെട്ടിട്ടില്ല. ആ കിട്ടിയ സുഖങ്ങളൊക്കെ അവർ മറന്നുപോകും. സ്വർഗത്തിലെ സുഖങ്ങളൊക്കെ അവർ മറന്നുപോകും. അതിനേക്കാളൊക്കെ ഇഷ്ടം റബ്ബിനെ കാണാനായിരിക്കും. സുബ്ഹാനല്ലാഹ്, സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ. മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് ഈ അനുഭൂതി. കാഫിറുകൾ, നിഷേധികൾക്ക് അള്ളാഹു പറഞ്ഞു, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. തീർച്ചയായും അന്നേ ദിവസം അവർക്ക് അള്ളാഹുവിനെ തൊട്ട് മറയിടപ്പെടും. അവർക്ക് നരകത്തിലെ ശിക്ഷകളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെയുള്ള വലിയ ശിക്ഷയാണ് റബ്ബിനെ അവർ കാണുകയില്ല എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ കേട്ടു, അള്ളാഹു പറഞ്ഞതനുസരിച്ചു, റബ്ബ് പറഞ്ഞ വിശ്വാസം ഉൾക്കൊണ്ടു. അള്ളാഹുവിനെ കണ്ടിട്ടില്ല. റബ്ബിനെ കണ്ടോ? ഇല്ല, റബ്ബിനെ കാണുന്നില്ല. എന്നാൽ അള്ളാഹു എന്നെ കാണും, അള്ളാഹു എന്നെ നോക്കിക്കാണുന്നു, അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നു, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കേണ്ടവനാണ്, പാലിക്കേണ്ടവനാണ് എന്ന് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാണ്. ഒരു കല്ലോ ഒരു മരമോ ഒരു ബിംബമോ ഒരു വിഗ്രഹമോ ഒന്നും മുന്നിലില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ എടുത്ത് വലിച്ചെറിഞ്ഞ് അടുത്തതിനെ കൊണ്ടേക്കുക, അത് പഴയതായാൽ മാറ്റുക, വീണ്ടും കൊണ്ടേക്കുക എന്ന ഒരു ദൗർഭാഗ്യമായ അവസ്ഥ മുഅ്മിനിനില്ല. അവൻ ദുനിയാവിൽ അള്ളാഹുവിന്റെ കലാമും അള്ളാഹു അയച്ച പ്രവാചകന്റെ വാക്കുകളും അവന്റെ വേദഗ്രന്ഥങ്ങളും അവന്റെ നിയമങ്ങളും അനുസരിച്ച് റബ്ബിനെ കാണാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവനാണ്. അതുകൊണ്ട് അള്ളാഹു തആല ഏറ്റവും നല്ലത് സ്വർഗം പകരം നൽകും. അതോടൊപ്പം അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കും. അള്ളാഹുവിനെ മുഅ്മിനീങ്ങൾ കാണും. അതാണ് ഏറ്റവും വലിയ അനുഭൂതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതിൽ നാം വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസമാണ്. എന്തുകൊണ്ടാണ് അത് വിശ്വാസമായി പറയാനുള്ള കാരണം? ഖുർആനിൽ അള്ളാഹു അറിയിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ ഹഖൻ, നേർക്ക് നേരെ അള്ളാഹുവിനെ കാണുമെന്നാണ്. അള്ളാഹുവിനെ ശബ്ദം കേൾക്കുക, അതല്ലെങ്കിൽ അള്ളാഹുവിനെ ഇങ്ങനെ ഒരു പ്രകാശം പോലെ കാണുക എന്നല്ല. എന്താണോ അള്ളാഹുവിന്റെ ദാത്ത് അത് കാണും. അള്ളാഹുവിനെ കാണുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ് അതിന് തെളിവ്. ഒരിക്കൽ അവിടുന്ന് പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന രാവിൽ സ്വഹാബികളോട് ചോദിച്ചു, നിങ്ങൾ അതിനെ കാണുന്നുണ്ടോ? അതിന് നിങ്ങൾക്ക് കാണാൻ വല്ല തടസ്സവുമുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞില്ല, നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട്, വെട്ടിത്തിളങ്ങി നിൽക്കുന്നു പൂർണ്ണചന്ദ്രൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകും തറൗന റബ്ബകും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദ്രി ലാ തുളാമൂൻ. നിങ്ങൾ ഈ പൂർണ്ണചന്ദ്രനെ എപ്രകാരം കാണുന്നുവോ അതുപോലെ ഒരു മറയുമില്ലാതെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടും, നോക്കിക്കാണും, ഹക്കായി കാണുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും സഹോദരങ്ങളെ ആ അനുഭൂതി? അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ എന്തൊരു സൗഭാഗ്യമാണത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അസ്അലുക ലദ്ദത്തൻ നളരി ഇലാ വജ്ഹിക്. അള്ളാഹുവേ, നിന്റെ മുഖത്ത് നോക്കുമ്പോൾ ലഭിക്കുന്ന ആസ്വാദനം ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ വജ്ഹിലേക്ക് നോക്കുമ്പോൾ, അള്ളാഹുവിനെ നോക്കുമ്പോൾ ലദ്ദത്തുണ്ട് എന്നാണ്, ആസ്വാദനമുണ്ട് എന്നാണ്. അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നോക്കൂ, എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടോ ദുനിയാവിലെ ഫിത്ന പേടിച്ചുകൊണ്ടോ ഒന്നുമല്ല റബ്ബേ, നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഒരു ചിന്ത, അള്ളാഹുവിനെ കാണുമെന്ന ചിന്തയുമായി ജീവിക്കുക എന്നതാണ് ഉയർന്ന പദവി. സാധാരണ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ അമലുകൾ ചെയ്യാറുള്ളത്. അതിൽ തെറ്റില്ല, സ്വർഗമാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷെ ആ സ്വർഗത്തിലുപരി സിയാദത്തായി അധികമായി ലഭിക്കുന്ന ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത്
അത് അള്ളാഹു കറാമത്ത് നൽകിയ ആളുകൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ചിന്തിച്ചു നോക്കും. നമുക്ക് എല്ലാ സമയത്തും ഇത് ഓർമ്മ വരുന്നുണ്ടോ? എല്ലാ സമയത്തും എനിക്കും നിങ്ങൾക്ക് ഓർമ്മ വരാറുണ്ടോ? ഇല്ല സഹോദരങ്ങളെ, ഓർമ്മ വരാറില്ല. അതാണ് സത്യം. അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന ആ ചിന്ത സദാസമയം നിത്യജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരാൾക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാ. അത് കിട്ടിയാൽ അൽഹംദുലില്ലാ. അത് കിട്ടുക എന്നത് ഉയർന്ന പദവിയാണ്. അത്രയും നമ്മുടെ ജീവിതം നന്നായാലാണ് അത് കിട്ടുക. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അള്ളാഹുവിനെ കാണണം എന്ന ചിന്ത അത് വലിയ പദവിയിൽപ്പെട്ടതാണ്. വൽമുഅ്മിനൂന യറൗന ഹഖ്ഖൻ റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ ഹക്കായി കൊണ്ട് നേർക്ക് നേരെ നോക്കിക്കാണും മുഅ്മിനീങ്ങൾ. അത് എന്റെ വിശ്വാസമാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നഊദു ബില്ലാഹ്, അല്ലാഹുവിൽ അഭയം. ഈ റബ്ബിനെ നോക്കിക്കാണുക എന്നതിനെ നിഷേധിക്കുന്ന പിഴച്ച കക്ഷികളുണ്ട്. എന്തൊരു ദൗർഭാഗ്യകരമാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം നിഷേധിക്കുന്നവരാണ് ജഹ്മികൾ, മുഅ്തസിലികൾ, റാഫിദുകൾ, ശീഈകൾ, അതുപോലെ ഇബാദികൾ ഒക്കെ ഇതിനെ നിഷേധിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ കാണുകയില്ല എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കുക, അള്ളാഹുവിനെ കാണും എന്നതിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ തൗഫീഖ് കിട്ടാത്തവരല്ലേ? സുബ്ഹാനല്ലാഹ്. അത് കാണുമെന്ന് റബ്ബ് പറഞ്ഞാൽ അതിനു വേണ്ടി ജീവിക്കുക എന്നത് എത്ര സമാധാനകരമായ കാര്യമാണ്, എന്തൊരു ആശ്വാസമാണ്. ഏത് പ്രയാസം വരുമ്പോഴും ഏത് മുസീബത്ത് പിടിവിടുമ്പോഴും എത്ര വലിയ രോഗങ്ങൾ വന്നാൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എല്ലാ മുസീബത്തുകളിൽ നിന്നും. ഒക്കെ ഒരാൾക്ക് ദുനിയാവിലെ എന്തൊക്കെ ഫിത്നകൾ ബാധിച്ചാലും പ്രതീക്ഷ എന്താണ്? ഇവിടെയുള്ള കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ റബ്ബിനെ കാണാൻ, അള്ളാഹുവിന്റെ സ്വർഗം, ആ സ്വർഗത്തിലെ സുഖാനുഭൂതി, ഇതാണ് മുഅ്മിനിന് പ്രതീക്ഷിക്കാനുള്ളത്. ഒക്കെ നിഷേധിച്ച് തള്ളുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ തൗഫീഖ് കിട്ടാതെ പോയി എന്നല്ലാതെ മറ്റെന്തു പറയാനാണ്? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ ഹക്കായി കൊണ്ട് കാണും എന്നത് നമ്മൾ വിശ്വസിക്കുന്നു, നമ്മുടെ വിശ്വാസമാണ്. വഇല സമാഇ ബിഗൈരി കൈഫിൻ യൻസിലു, അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാനാകാശത്തേക്ക്, ഭൂമിയോടടുത്ത ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് രൂപം പറയാതെ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അള്ളാഹു ഭൂമിയോടടുത്ത ഒന്നാനാകാശത്തിലേക്ക് എല്ലാ ദിവസവും രാത്രിയുടെ 1/3 ബാക്കിയിരിക്കെ ഇറങ്ങി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലു റബ്ബുനാ തബാറക വതആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിറു. രാത്രി 3 വീതിച്ചാൽ അവസാനത്തെ 1 ബാക്കി ആവുമ്പോൾ നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയോടടുത്ത ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരും. യഖൂൽ, എന്നിട്ട് അല്ലാഹു പറയും, മൻ യദ്ഊനി ഫഅസ്തജീബ ലഹു, ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ ഞാൻ അവന് ഉത്തരം നൽകാം. വമൻ യസ്അലുനി ഫഉഅതിയഹു, ആരുണ്ടെന്നോട് ചോദിക്കാൻ ഞാൻ അവന് നൽകാം. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, ആരുണ്ടെന്നോട് പാപമോചനം തേടാൻ ഞാൻ അവന് പുറത്തു തരാം. അതുകൊണ്ടാണ് തഹജ്ജുദിന് ശ്രേഷ്ഠത പറയപ്പെട്ടത്. ആ സമയത്ത് അല്ലാഹു തആല വിളിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആ സമയത്ത് കിടന്നുറങ്ങാറാണല്ലോ പതിവ്. ആ സമയത്ത് ചോദിച്ചാൽ ഉത്തരമുണ്ട്, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, പാപമോചനം തേടിയാൽ പുറത്തു നൽകും. മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു പുകഴ്ത്തി പ്രശംസിച്ചു പറഞ്ഞു, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ അത്താഴത്തിന്റെ സഹറിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അവർ സഹറിന്റെ സമയത്ത് പാപമോചനം തേടുന്നവരാണ്. മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണത്. ആ സമയത്ത് അല്ലാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരും എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള അശഅരികൾ അവർ വിശ്വസിക്കുന്നത് അല്ലാഹു അല്ല, അവന്റെ റഹ്മത്താണ് ഇറങ്ങി വരുന്നത് എന്നാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു ആണ് ഇറങ്ങി വരുന്നത് എന്ന് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു. റഹ്മത്ത്, കാരുണ്യമാണ് ഇറങ്ങുന്നത് എങ്കിൽ ആ കാരുണ്യം ഇറങ്ങി വന്നിട്ട് ചോദിക്കോ, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ? കാരുണ്യം ചോദിക്കോ? കാരുണ്യം എന്നത് അള്ളാഹുവിന്റെ വിശേഷമല്ലേ?
അള്ളാഹുവാണ്. യൻസിലു റബ്ബുന എന്നാണ്, യൻസിലു റഹ്മത്തു റബ്ബിന എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും എന്നല്ല പറഞ്ഞത്. പിന്നെയോ യൻസിലു റബ്ബുന തബാറക വതആല എന്നാണ്. അള്ളാഹു ഇറങ്ങും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവന് യോജിച്ച രൂപത്തിൽ. നമ്മുടെ ഇറക്കമോ നമ്മുടെ ഇറങ്ങലോ കയറലോ ഒന്നും നമുക്കതുകൊണ്ട് ചിന്തിക്കാൻ. അതുകൊണ്ടാണ് വഇല സമായി ബിഗൈരി കൈഫിൻ യൻസിലു എന്ന് പറഞ്ഞത്. അള്ളാഹു എങ്ങനെ ഇറങ്ങും എന്ന് ചോദിക്കാൻ പാടില്ല, എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. പിന്നെയോ അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവന്റെ പ്രവർത്തനങ്ങൾ അവന് യോജിച്ച രൂപത്തിലാണ്. എല്ലാ കാര്യങ്ങളും അവന്റെ സിഫാത്തുകൾ മുഴുവനും അങ്ങനെയാണ്. നമ്മുടെ കാര്യം പോലെയല്ല, സൃഷ്ടികളെ പോലെയല്ല അള്ളാഹു. അതുകൊണ്ടാണ് പ്രത്യേകം അത് പറഞ്ഞത് വഇല സമായി ബിഗൈരി കൈഫിൻ യൻസിലു. രൂപം പറയാതെ എങ്ങനെയാണ് എന്ന് ചോദിക്കാതെ അള്ളാഹു ഇറങ്ങും എന്ന് ഹദീസിൽ വന്നാൽ അതിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് സഹോദരങ്ങളെ നമ്മുടെ അഖീദയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മുഅ്മിനീങ്ങൾ കാണും. അതുപോലെ അള്ളാഹു തആല ഒന്നാം ആകാശത്തേക്ക് എല്ലാ രാത്രികളിലും ഇറങ്ങി വരും എന്നുള്ളതും നമ്മുടെ അഖീദയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വഉഖിറു ബിൽ മീസാനി വൽ ഹൗദിൽ ലദി അർജു ബിഅന്നി മിൻഹു റയ്യൻ അൻഹലു. അടുത്തതായി അദ്ദേഹം പറയുന്നു വഉഖിറു, ഞാൻ അംഗീകരിക്കുന്നു, എന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. എന്റെ നാവും എന്റെ അവയവങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു, ഒരു സംശയവുമില്ലാതെ ബിൽ മീസാൻ, മീസാനിൽ. മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസ്. വനളഉൽ മവാസീനൽ ഖിസ്ത ബിയൗമിൽ ഖിയാമ ലിയൗമിൽ ഖിയാമ. അല്ലാഹു പറഞ്ഞു ഖിയാമത്ത് നാളിൽ നീതിയുടെ തുലാസ് സ്ഥാപിക്കപ്പെടും. ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ, അന്ന് ഒരാളും അനീതിക്ക് വിധേയമാവുകയില്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബിൻ. ഒരു കടുകുമണിയോളം, ഉറുമ്പിന്റെ കാലടിയോളം വരുന്ന കർമ്മങ്ങളാണെങ്കിലും നാം അവിടെ കൊണ്ടുവരും. വിചാരണ ചെയ്യാൻ നാം മതിയായവനാണ്. നമ്മൾ ചെയ്ത ഏത് കർമ്മവും ഏത് പ്രവർത്തനവും പരലോകത്ത് അല്ലാഹു കൊണ്ടുവരും. അവിടെ കർമ്മങ്ങൾ തൂക്കപ്പെടും, നന്മകളും തിന്മകളും തൂക്കപ്പെടും, ഏടുകൾ തൂക്കപ്പെടും, പ്രവർത്തിച്ച ആളുകളെയും തൂക്കപ്പെടും. തുലാസിന് രണ്ട് തട്ടുകളുണ്ട്. അതിനാണ് തുലാസ് എന്ന് പറയുക. ആ തുലാസിൽ നമ്മുടെ കർമ്മങ്ങളും അത് ചെയ്ത ആളുകളെയും അല്ലാഹു തആല ഭാരം തൂക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇന്നഹു ലയഅതി റജുലുൽ അളീമു സമീനു യൗമൽ ഖിയാമ. തീർച്ചയായും ഖിയാമത്ത് നാളിൽ തടിച്ചു കൊഴുത്ത് നല്ല വണ്ണമുള്ള ഒരുവനെ കൊണ്ടുവരപ്പെടും. ലാ യസ്നു ഇൻദല്ലാഹി ജനാഹ ബഊദ. അവനെ അവിടെ കൊണ്ടുവരപ്പെട്ടാൽ എന്നിട്ട് തുലാസിൽ തൂക്കം ഭാരം നോക്കുമ്പോൾ ഒരു ഉറുമ്പിന്റെ, ഒരു കൊതുകിന്റെ ചിറകിനോളം വരെ ഭാരം തൂങ്ങുകയില്ല. നിഷേധിയായ കാഫിറായ തടിച്ചു കൊഴുത്ത് വണ്ണമുള്ള ഒരുവനെ കൊണ്ടുവരും. എന്നിട്ട് ഈ തുലാസിൽ വെച്ച് കഴിഞ്ഞാൽ കൊതുകിന്റെ ചിറകിനോളം വരെ ഭാരം തൂങ്ങുകയില്ല. സുബ്ഹാനല്ലാഹ്. തടിച്ചു കൊഴുത്തിട്ട് കാര്യമില്ല, പിന്നെന്ത് വേണം? ഏടുകളിൽ കർമ്മങ്ങൾ കൂടണം. ആ കർമ്മങ്ങളാണ് അവിടെ ഭാരം തൂങ്ങുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സഹോദരങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകാശങ്ങളും ഭൂമിയും അതിലുള്ളതും അതിനിടയിലുള്ളതും എല്ലാം ഒരു കിഫത്തിൽ, ഒരു തട്ടിൽ വെച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിൽ വെച്ചാൽ മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിനാണ് ഭാരം തൂങ്ങുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭാരം തൂങ്ങും. ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ, തൗഹീദ് ഉണ്ടെങ്കിൽ അവന്റെ തുലാസ് ഭാരം തൂങ്ങും. അതിനനുസൃതമായ സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ ഭാരം തൂങ്ങും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മെലിഞ്ഞുണങ്ങിയ കാലുകൾ കണ്ടപ്പോൾ സഹാബികൾ ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കളിയാക്കി ചിരിക്കേണ്ടതില്ല, ആ കാല് ഉഹദിനോളം ഭാരം തൂങ്ങും നാളെ പരലോകത്ത്. നോക്കൂ, ഈമാൻ ഒരു വിശ്വാസിയുടെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണിത്. ആ മീസാനിൽ നമ്മൾ വിശ്വസിക്കുന്നു. വൽ ഹൗദ്, അതുപോലെ ഹൗദിൽ വിശ്വസിക്കുന്നു. ഹൗദ് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പരലോകത്ത് നൽകുന്ന
കാര്യമാണ് അൽ ഹൗദ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയെ താങ്കൾക്ക് നാം അൽ കൗസർ നൽകിയിരിക്കുന്നു. ധാരാളം നന്മകൾ, അതിൽപ്പെട്ടതാണ് അൽ ഹൗദ്. ഹൗദ് എന്നത് ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൗദി മസീറത്തു ശഹ്റിൻ, ഹൗദിന്റെ വലിപ്പം, അതിന്റെ നീളമെന്നത് ഒരു മാസം സഞ്ചരിക്കാനുണ്ടാവും. ഒരു മാസം ഒരാൾ സഞ്ചരിച്ചാൽ അത്രയും ദൂരത്തേക്ക് എന്തുണ്ട്, ഹൗദിന്റെ വലിപ്പമുണ്ട്, നീളവും വീതിയും ഒരേപോലെ. വമാഉഹു അബ്യദു മിനൽ വരിഖി, വെള്ളിയേക്കാൾ, വേറെ ചില റിവായത്തിൽ പാലിനേക്കാൾ തൂവെള്ള നിറമായിരിക്കും അതിലെ പാനീയം. വരീഹുഹു അത്യബു മിനൽ മിസ്ക്, അതിന്റെ സുഗന്ധം എന്നത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. വകീസാനുഹു കനുജൂമിസ് സമാഇ, അതിലെ പാനപാത്രങ്ങൾ നക്ഷത്രങ്ങളോളം വരെ, അത്രയും എണ്ണം കണക്കുമില്ലാതെ ധാരാളം ഉണ്ടാകും. ഫമൻ ശരിബ മിൻഹു ഫലാ യദ്മഉ ബഅദഹു അബദ, അതിൽ നിന്ന് ആരെങ്കിലും കുടിച്ചാൽ പിന്നീട് ഒരിക്കലും അവന് ദാഹിക്കുകയില്ല. പിന്നീട് സ്വർഗത്തിലൊക്കെ കുടിക്കുന്നത് എന്തിനാണ്? ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്, ദാഹിച്ചിട്ടല്ല. സ്വർഗത്തിലുള്ള പിന്നീടുള്ള കുടിയും തീറ്റയും ഒക്കെ ആസ്വാദനത്തിന് മാത്രമാണ്. ഇത് കിട്ടിയാൽ പിന്നൊരിക്കലും ദാഹമില്ല. അൽ ഹൗദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകുന്ന കാര്യമാണ്. വേറെ ചില റിവായത്തിൽ കാണാം, നല്ല തേനിനേക്കാൾ മധുരമുണ്ടാകും അതിന്. അതുപോലെ തന്നെ ഐസിനേക്കാൾ തണുത്തതായിരിക്കും. തണുത്ത നല്ല തൂവെള്ള നിറത്തിലുള്ള, നല്ല മധുരമുള്ള, നല്ല മണമുള്ള ആ പാനീയം കുടിക്കുക എന്ന് പറഞ്ഞാൽ, അതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, വൽഹൗദില്ലദീ അർജു ബിഅന്നീ മിൻഹു റയ്യൻ അൻഹലു, അതിൽ നിന്ന് ഒന്നാമനായി കൊണ്ട് കുടിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ മീസാനിലും ഹൗദിലും ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അല്ലാഹു ഹൗദ് നൽകിയിട്ടുണ്ട്. ആ ഹൗദിൽ നമ്മൾ വിശ്വസിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്ന നദിയാണ്, ആ സ്വർഗത്തിലെ നദിയിൽ നിന്നും വരുന്ന പാനീയമാണ്. അതിലൂടെ സ്വർഗത്തിൽ നിന്ന് ഒരു പാത്തിയിലൂടെ ഈ ഹൗദിലേക്ക് വരും എന്നാണ് ഹദീസിൽ ധാരാളം വിശേഷണങ്ങൾ വന്നിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്നുള്ള പാനീയമാണത്, ഒരു നദിയാണ്, അരുവിയാണത്. ആ ഹൗദിൽ നമ്മൾ വിശ്വസിക്കുന്നു. ആ ഹൗദ്, അതിൽ നിന്ന് ഒന്നാമതായി കുടിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഈ ഹൗദിനെ തൊട്ട് തടയപ്പെടുന്ന ചില ആളുകളുണ്ട്. ആരാണവർ? ചില ആളുകൾ പരലോകത്ത് വരും. ആ പരലോകത്ത് വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കാണുമ്പോൾ വിളിക്കും, ഉമ്മത്തി ഉമ്മത്തി. അവർക്കിടയിൽ മറയിടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുവേ, എന്റെ സമൂഹമാണത്. അവരെ തിരിച്ചറിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറയും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, നബിയേ, അവർ താങ്കൾക്ക് ശേഷം ഈ ദീനിൽ എന്തൊക്കെയാണ് പുതുതായി കടത്തിക്കൂട്ടിയത് എന്ന് താങ്കൾക്കറിയില്ല. ബിദ്അത്തുകാരാണവർ, പുത്തൻവാദികളാണവർ. പുതിയതായി ദീനിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞ് കടത്തിക്കൂട്ടിയവരാണവർ. താങ്കൾക്കത് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹ്ഖൻ സുഹ്ഖാ, വിദൂരം വിദൂരം. അവിടുന്ന് ആട്ടി അകറ്റും അവരെ. ബിദ്അത്തിന്റെ ഗൗരവമാണ്. ബിദ്അത്ത് എന്നത് സഹോദരങ്ങളെ വളരെ ഗൗരവമാണ്. ബിദ്അത്തുകാർക്ക് ഹൗദിൽ നിന്ന് കുടിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. ബിദ്അത്തുകാർക്ക് അല്ലാത്ത വേറെ കുറെ ശിക്ഷകൾ പറയപ്പെട്ടിട്ടുണ്ട്. ബിദ്അത്ത് എന്നത് വളരെ ഗൗരവമാണ്. അത് വിശ്വാസപരമായ ബിദ്അത്താണെങ്കിൽ ഒരാൾ ഇസ്ലാം ചിലപ്പോൾ പുറത്തേക്ക് തന്നെ പോകും. അല്ലാത്ത കർമ്മങ്ങളിലുള്ള ബിദ്അത്ത് വളരെ ഗൗരവമാണ്. നല്ലതല്ലേ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ബിദ്അത്തിന്റെ ഗൗരവം ഹൗദിൽ നിന്ന് കുടിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി അകറ്റുമെന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, എന്തൊരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും അവിടുത്തെ അടുത്ത് ഇടപഴകാനും ഒക്കെ സാധിക്കുന്ന സന്ദർഭമാണത്. അവിടുത്തെ ഹൗദിൽ നിന്ന് കുടിക്കാൻ സാധിക്കുന്ന സന്ദർഭമാണത്. അതിനൊരാൾക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അത് സഹോദരങ്ങളെ ദൗർഭാഗ്യകരമാണ്.
അപ്പൊ ആ ബിദ്അത്തുകാർക്ക് അവിടെ കിട്ടുന്ന ശിക്ഷയിൽപ്പെട്ടതാണ്, അവർക്കത് തടയപ്പെടും. മീസാനിലും ഹൗദിലും ഞാൻ വിശ്വസിക്കുന്നു, അതെന്റെ അഖീദയിൽപ്പെട്ടതാണ്. 12-ാമതായി അദ്ദേഹം പറഞ്ഞു, വകദ സിറാത്തു യമുദ്ദു ഫൗക ജഹന്നമിൻ, അപ്രകാരം തന്നെ സിറാത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏത് സിറാത്ത്? നരകത്തിന് കുറുകെ നാട്ടപ്പെട്ട സിറാത്തിൽ. ഫമുസ്ലിമുൻ നാജിൻ വആഖറു മുഹ്മലു, ആ സിറാത്തിലൂടെ സുരക്ഷിതനായി അപ്പുറത്തേക്ക് കടക്കുന്നവരുണ്ട്, അതല്ലാതെ അവിടെ വെച്ച് അവഗണിക്കപ്പെടുന്ന, കൈയൊഴിക്കപ്പെടുന്നവരുമുണ്ട്. ഇതിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇതെന്റെ വിശ്വാസമാണ്. നരകത്തിന് കുറുകെയാണ് സഹോദരങ്ങളെ സിറാത്ത് എന്ന ഈ പാലം ഉണ്ടാവുക. പാലമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളെ നാട്ടിലെ പാലം പോലെ അപ്പുറത്തും ഇപ്പുറത്തും 2 ട്രാക്ക്, എന്നിട്ട് കൈവരി, നടക്കാൻ വേറെ തന്നെ നടപ്പാത. അല്ല, സിറാത്ത് എന്ന പാലം ഹദീസുകളിൽ കാണാം, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണത്, തലമുടിയേക്കാൾ നേർത്തതാണത്, വഴുവഴുപ്പുണ്ടാകും, കൂരാകൂരിരുട്ടായിരിക്കും. തലമുടിയേക്കാൾ നേർത്തത്, വാളിനേക്കാൾ മൂർച്ച എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതിന്റെ കൂടെ വഴുവഴുപ്പുണ്ടാകും. വഴുവഴുപ്പ് എന്ന് പറഞ്ഞാലോ കാല് വെക്കാൻ സാധിക്കില്ല, ഇരുട്ടായിരിക്കും, കൂരാകൂരിരുട്ടായിരിക്കും. ആ സിറാത്തിലൂടെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ മിന്നൽ വേഗതയിൽ പോകുന്നവരുണ്ട്, കാറ്റിന്റെ വേഗതയിൽ പോകുന്നവരുണ്ട്, ഓടുന്ന രൂപത്തിൽ ആ വേഗതയിൽ പോകുന്നവരുണ്ട്, നടക്കുന്നവരുണ്ട്, എഴഞ്ഞു പോകുന്നവരുണ്ട്. മിന്നൽ വേഗതയിൽ പോവുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അത്രയും പ്രകാശം നൽകിയവരാണ്. ആ സിറാത്തിലൂടെ കടന്നു പോവുക, അള്ളാഹു നൂർ, പ്രകാശം നൽകിയ ആളുകളാണ് അതിലെ കടന്നു പോവുക. അവരുടെ പ്രകാശങ്ങൾക്കനുസരിച്ച് എന്താണ് പ്രകാശമായി അവിടെ കിട്ടുക? കർമ്മങ്ങൾക്കുള്ള ഫലമാണ്. നല്ല കർമ്മങ്ങളുള്ള ആളുകൾ, വലിയ പദവിയിലുള്ള ആളുകൾ മിന്നൽ വേഗതയിൽ അതിലൂടെ കടന്നു പോകും. അമ്പിയാക്കൾ, നബിമാർ മിന്നൽ വേഗത്തിൽ കടന്നു പോകും. ഓരോ വേഗത കുറഞ്ഞു കുറഞ്ഞു വരും കർമ്മങ്ങൾക്കനുസരിച്ച്. ഒരു പോറലും പറ്റാതെ അപ്പുറത്തേക്ക് എത്തും ചില ആളുകൾ, ഈ പറഞ്ഞ ആളുകൾ. വേറെ ചില ആളുകൾ അതിന്റെ 2 വശത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിടിച്ചു വലിക്കുന്ന മുള്ളുകൾ ഉണ്ടാകും. വേഗത കുറയുന്നതിനനുസരിച്ച് ഈ മുള്ളുകൾ, കൊളുത്തുകൾ അവരെ പിടിക്കും. അങ്ങനെ ശരീരത്തിലെ മാംസങ്ങൾ നഷ്ടപ്പെട്ട് ഒരുവിധം പ്രയാസപ്പെട്ട് ചില ആളുകൾ അപ്പുറത്തെത്തും. വേറെ ചില ആളുകൾ, അതാണ് അദ്ദേഹം പറഞ്ഞത്, വആഖറു മുഹ്മലു, വേറെ ചില ആളുകൾ അതിന്റെ താഴെയുള്ള നരകത്തിലേക്ക് പതിക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കർമ്മങ്ങളാണ് അവിടെ നമുക്ക് വേഗത നൽകുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ദുനിയാവിൽ അല്ലാഹു നിശ്ചയിച്ച സിറാത്തുൽ മുസ്തഖീം, ഈ സിറാത്തിൽ അതിവേഗത്തിൽ നടന്നവന് പരലോകത്തെ സിറാത്തിൽ അതിവേഗത്തിൽ നടക്കാം. ഇവിടെ സിറാത്തിൽ ആര് പിന്തി നിന്നുവോ, അതിനെ അവഗണിച്ചുവോ, അവിടെയും അവൻ പിന്നിലായിരിക്കും. പ്രകാശം കുറയും. ചില ആളുകൾ താഴേക്ക് പതിക്കും, ചില ആളുകൾ അപ്പുറത്തേക്ക് കടക്കും. ഇതിൽ നമ്മൾ അതുപോലെ വിശ്വസിക്കുന്നു. ഹദീസിൽ വന്നതായി നമുക്ക് കാണാം, വ്യക്തമായി സിറാത്തിനെ കുറിച്ച് വന്നിട്ടുണ്ട്. വകദ സിറാത്തു യമുദ്ദു ഫൗക ജഹന്നം ഫമുസ്ലിമുൻ നാജിൻ വആഖറു മുഹ്മലു, അപ്രകാരം സിറാത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഒരു പോറലുമേൽക്കാതെ രക്ഷപ്പെടുന്നവരുണ്ട്, അല്ലാതെ അവഗണിക്കപ്പെട്ട് നരകത്തിലേക്ക് പതിക്കുന്നവരുമുണ്ട്. ശേഷം അദ്ദേഹം പറഞ്ഞു 13-ാമത്തെ വരി, വന്നാറു യസ്ലാഹ ശഖിയ്യു ബിഹിക്മത്തിൻ വകദ തഖിയ്യു ഇലൽ ജിനാനി സയദ്ഖുലു. വന്നാർ, നരകത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, പുതുതായി അപ്പം ഉണ്ടാക്കലല്ല. പിന്നെയോ നരകം പണ്ടേ സൃഷ്ടിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചൂട് കൂടി അതിന് സഹിക്കാൻ പറ്റാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുമ്പോഴാണ് അള്ളാഹുവിനോട് പരാതി പറഞ്ഞപ്പോൾ ഒരു നിശ്വാസം അള്ളാഹു അനുവദിച്ചു കൊടുക്കും. ആ നിശ്വാസമാണ് ഭൂമിയിൽ കടുത്ത ചൂടായി വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നരകത്തിന്റെ ഒരു നിശ്വാസം, എന്താ നിശ്വാസം എന്ന് പറഞ്ഞാൽ? ഒന്ന് ശ്വാസം കഴിക്കരുത്. നരകം ഒരു ചെറിയൊരു നിശ്വാസം പുറത്തുവിട്ടതാണെന്ത്? ഇവിടുത്തെ വർദ്ധിച്ചു വരുന്ന ചൂട്. അപ്പൊ നരകത്തിന്റെ ഉള്ളിലെ ചൂട് എന്തായിരിക്കും? 69 ഇരട്ടി ചൂടായിരിക്കും. ദുനിയാവിൽ നമ്മൾ കത്തിക്കുന്ന തീന്റെ ചൂടിന്റെ 69 ഇരട്ടി.
ഈ 1 69 70 ഇരട്ടി ചൂടാണ് നരകത്തിലെ തീക്ക്. ഇവിടെ 100 ഡിഗ്രി നമുക്ക് അടുക്കാൻ പറ്റുമോ? തൊടാൻ പറ്റുമോ? തൊടല് പോട്ടെ, അടുക്കാൻ പറ്റുമോ? ഇല്ല. അത് ഏറ്റവും ഉദാഹരണമാണ്, ഷവർമ വെക്കുമ്പോൾ അതിന്റെ സ്റ്റാൻഡിന്റെ അടുത്ത് പോയി നിന്നാൽ മതി, അങ്ങോട്ട് അടുക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, 70 ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ നരകം യസ്ലാഹ ശഖിയ്യു, ദൗർഭാഗ്യവാനാണ് ആ നരകത്തിൽ പ്രവേശിക്കുക. ബിഹിക്മത്തിൻ, അള്ളാഹുവിന്റെ യുക്തിപൂർണമായ തീരുമാനമാണത്. നരകത്തിൽ ഒരാൾ പ്രവേശിക്കുന്നുവെങ്കിൽ അള്ളാഹു അയാളോട് ദുൽമ കാണിച്ചതല്ല, പിന്നെയോ അള്ളാഹുവിന്റെ ഹിക്മത്താണ്. അള്ളാഹു അദില് കൊണ്ടാണത്, നീതി കൊണ്ടാണത് ചെയ്യുന്നത്. അള്ളാഹു ഒരാളോടും അനീതി കാണിക്കുകയില്ല. സന്മാർഗം കാണിച്ചു തന്നു, നബിമാരയച്ചു, കിതാബ് ഇറക്കി, പ്രബോധകർ വന്നു, എന്നിട്ട് ഒരുത്തൻ നന്നാവുന്നില്ലെങ്കിൽ അവൻ ദൗർഭാഗ്യവാനാണ്. അതുകൊണ്ട് വന്നാർ, നരകത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, യസ്ലാഹ ശഖിയ്യു ബിഹിക്മത്തിൻ, അള്ളാഹുവിന്റെ യുക്തിപൂർണമായ തീരുമാനപ്രകാരം ദൗർഭാഗ്യവാനാണ് അതിൽ പ്രവേശിക്കുക. വകദത്തഖിയ്യു, അപ്രകാരം തന്നെ തഖ്വ പാലിക്കുന്ന വ്യക്തി ഇലൽ ജിനാനി സയദ്ഖുലു, സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹു സ്വർഗവും നരകവും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഫരീഖുൻ ഫിൽ ജന്ന വഫരീഖുൻ ഫിസ്സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റേ വിഭാഗം നരകത്തിലേക്കുമായിരിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം, സ്വർഗം അല്ലെങ്കിൽ നരകം. അതിൽ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മുടെ വിശ്വാസത്തിൽ പെട്ടതാണ്. ശേഷം അദ്ദേഹം പറയുന്നു, വലികുല്ലി ഹയ്യിൻ ആഖിലിൻ ഫീ ഖബ്രിഹി അമലുൻ യുഖാരിനുഹു ഹുനാക വയുസ്അലു. വലികുല്ലി ഹയ്യിൻ ആഖിലിൻ, ദുനിയാവിൽ ബുദ്ധിയുള്ള, അതുപോലെ മുകല്ലഫായ, അഥവാ ദുനിയാവിൽ അള്ളാഹു ബുദ്ധി നൽകി, അതുപോലെ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് വിധേയനായി അങ്ങനെ ജീവിച്ച ഒരാളെ, ഓരോ മനുഷ്യനും മരിക്കുന്നതിന് മുന്നേ ദുനിയാവിൽ ബുദ്ധിയോടെ, സ്വബോധത്തോടെ കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്ന രൂപത്തിൽ ഇവിടെ ജീവിച്ച് മരിച്ച ഓരോരുത്തരും ഖബറിൽ അവന്റെ കർമ്മങ്ങളാണ് അവന്റെ കൂടെ ഉണ്ടാവുക. അവിടെ അവൻ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, ഇവിടെ ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, ഭ്രാന്തോ ബുദ്ധി മറിഞ്ഞു പോയതോ രോഗം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ എല്ലാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്ത ബുദ്ധിയുള്ള ഓരോ മനുഷ്യരും, അങ്ങനെ ജീവിച്ചു മരിച്ച ഓരോരുത്തരും അവരുടെ ഖബറിൽ അവർക്ക് കൂട്ടായി ഉണ്ടാവുക അവരുടെ കർമ്മങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിൽ നമ്മോടൊപ്പം ഉണ്ടാവുക നമ്മുടെ കർമ്മങ്ങൾ മാത്രമായിരിക്കും. വയുസ്അലു, അതോടൊപ്പം ഖബറിൽ ചോദ്യം ചെയ്യപ്പെടും. മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? മാ ദീനുക, ഏതാണ് നിന്റെ ദീൻ? മൻ നബിയുക, ആരാണ് നിന്റെ നബി? ചോദ്യം ചെയ്യപ്പെടും. ഉത്തരം പറഞ്ഞവർ രക്ഷപ്പെട്ടു, അല്ലാത്തവർ അവിടെ ശിക്ഷിക്കപ്പെടും. ഖബറിലെ ശിക്ഷ, രക്ഷാശിക്ഷകൾ, അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ വിശ്വാസത്തിൽ പെട്ടതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാദാ ഇഅ്തിഖാദു ശാഫിഈ വമാലിക് വഅബീ ഹനീഫത സുമ്മ അഹ്മദ യുൻഖലു. ഇതാണ് ഇമാം അശ്ശാഫിഈ, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, പിന്നെ അഹ്മദ് ബിൻ ഹംബൽ, ഇവരുടെ വിശ്വാസം. അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട അഖീദ ഇതാണ്. യാ സായിലി അൻ മദ്ഹബി വഅഖീദതി, എന്റെ അഖീദ, മദ്ഹബ് ചോദിക്കുന്നവനെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇത്രയും നേരം പറഞ്ഞ വിശ്വാസവും നിലപാടും മുഴുവനും ആരതാണ്? 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ പേരുകൾ അദ്ദേഹം പറഞ്ഞു. സഹോദരങ്ങളെ, സാധാരണ സലഫികളെ കുറിച്ച് ആളുകൾ പറയും മദ്ഹബിന്റെ ഇമാമിങ്ങളെ തള്ളുന്നവരാണ്, വഹാബികൾ എന്ന് പറഞ്ഞ് പുതിയ ഒരു ദീന് കൊണ്ടുവന്നവരാണ്, പുതിയ മദ്ഹബാണ് അവരുടേത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹമാണ് പറയുന്നത്, ഞാൻ ഇത്രയും നേരം പറഞ്ഞ എന്റെ വിശ്വാസവും അഖീദയും ഇമാം ശാഫിഈ, അദ്ദേഹം ആദ്യം ഇമാം ഷാഫിയുടെ പേരാണ് പറഞ്ഞത്. ഇമാമികളുടെ ഓർഡർ പ്രകാരം ആദ്യത്തെ ആൾ അബൂ ഹനീഫയാണ്, പിന്നെ ഇമാം മാലിക്, പിന്നെ ഇമാം ഷാഫിഈ, പിന്നെ ഇമാം അഹ്മദ്, അങ്ങനെയാണ്. പക്ഷെ അദ്ദേഹം ആദ്യം ഇമാം ഷാഫിയുടെ പേരാണ് പറഞ്ഞത് റഹിമഹുല്ലാ, പിന്നെ ഇമാം മാലിക്, പിന്നെ അബൂ ഹനീഫ, സുമ്മ അഹ്മദ്. ഈ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ അവരിൽ നിന്നും വന്നു കിട്ടിയ അഖീദയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഈ പറഞ്ഞത്. ഇത്രയും നേരം പറഞ്ഞത് അതാണ്. ഫഇനിത്തബഅത സബീലഹും ഫമുവഫഖുൻ,
അവരുടെ ഈ മാർഗം, ഇത്രയും നേരം പറഞ്ഞ ഈ വിശ്വാസം അതാര് സ്വീകരിച്ചുവോ അവനാണ് തൗഫീഖ് കിട്ടിയവൻ, അവനാണ് സൗഭാഗ്യവാൻ, ഭാഗ്യം കിട്ടിയവൻ അവനാണ്. വൈനിബ്തദഅത ഫമാ അലൈക മുഅവ്വലു. ഇനി ആരെങ്കിലും ഇതല്ലാത്ത ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയ വല്ല ബിദ്അത്തായ വിശ്വാസമാണ് വെച്ച് പുലർത്തുന്നത് എങ്കിൽ ഫമാ അലൈക മുഅവ്വലു, അതിന് യാതൊരു പരിഗണനയുമില്ല. അവനെയും അവൻ കൊണ്ടുവന്ന ബിദ്അത്തിനെയും തള്ളപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു മനോഹരമായ അഖീദയാണിത്, എന്തൊരു മനോഹരമായ വിശദീകരണമാണ് അദ്ദേഹം പറഞ്ഞത്. 16 വരികളിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം അദ്ദേഹം മനോഹരമായി ഉൾക്കൊള്ളിച്ചു. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മുടെ ആദർശം, ഇതാണ് നമ്മുടെ മൻഹജ്. ഇതാരുടെ മൻഹജാണ്, ആരുടെ മദ്ഹബാണ്? ഇമാം ശാഫിഈ, ഇമാം മാലിക്, ഇമാം അഹ്മദ്, ഇമാം അബൂ ഹനീഫ. മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ പേരുകൾ, അവരുടെ അഖീദ ഒന്നാണ്. അവരുടെ അഖീദ, അവരുടെ ഫിഖ്ഹിയായ വീക്ഷണ വ്യത്യാസങ്ങൾ വേറെ, അഖീദ ഒന്നാണ്. അതാണ് ഇവിടെയുള്ള അശ്അരികൾ ശാഫിഈ മദ്ഹബ് എന്ന് അവകാശപ്പെടാന്നല്ലാതെ അദ്ദേഹവുമായി യാതൊരു ബന്ധവും അവർക്കില്ല. ഈ മദ്ഹബിന്റെ തഖ്ലീദ് വാദമുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവരുമായി ബന്ധമില്ല. നോക്കൂ, ഇതാണ് സഹോദരങ്ങളെ നമ്മൾ പഠിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട നമ്മുടെ ആദർശം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ചുരുങ്ങിയ രൂപത്തിൽ ഈ 16 വരികളുള്ള ലാമിയ എന്ന കവിത പൂർത്തീകരിച്ചു. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. വന്നുപോയ അബദ്ധങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. ഈ അഖീദയിലായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. والله تعالى أعلى وأعلم، وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. الحمد لله الذي بنعمته تتم الصالحات. السلام عليكم ورحمة الله وبركاته.